ചവിട്ടി താഴ്ത്തപ്പെട്ട ഭരണാധികാരിയുടെ തിരിച്ചുവരവിനെ പ്രതിനിധീകരിക്കുന്ന ആഘോഷമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം. ഈ ഓണക്കാലത്ത് ആയിരക്കണക്കിന് മലയാളികൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ പുറത്തുവരുന്ന സമൂഹ മാധ്യമ പ്രതികരണങ്ങൾ. ഗുരുതരമായ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ കോൺഗ്രസ് നേതാവും പാലക്കാട് MLA വ്യക്തി കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടുവാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കേവർക്കും അറിവുള്ളതാണ്. എന്നാൽ അയാൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ചില തെളിവുകളും പുറത്തു വന്ന് 3 ആഴ്ച പിന്നിടുമ്പോഴും ആധികാരികമായ ഒരു പരാതി പോലും അയാൾക്കെതിരെ കേസെടുത്ത ക്രൈംബ്രാഞ്ചിന് മുന്നിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അയാളെക്കുറിച്ച് നിരവധി നിരമ്പടിപ്പിച്ച കഥകൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ആഘോഷിക്കപ്പെടുന്നുണ്ട്, മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകപ്പെടുന്നുണ്ട്. 18നും 60 വയസ്സിനും ഇടയിലുള്ള നിരവധി സ്ത്രീകളെ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കി എന്നുള്ള കഥയും, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക ചൂഷണത്തിനിരയായ 2 പെൺകുട്ടികൾ ഗർഭചിത്രത്തിന് വിധേയരായി എന്ന കഥയുമെല്ലാം കേരളത്തിലെ മുഖ്യധാരാ വാർത്താമാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് അന്വേഷണ ഏജൻസിയായ കേരള പോലീസിന്റെ ഭാഗമായ ക്രൈംബ്രാഞ്ച് തന്നെയാണ്. സെപ്റ്റംബർ 15-ാം തീയതി നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരമാവധി തെളിവുകൾ സമാഹരിച്ച് അത് പൊതുമധ്യത്തിലൂടെ വിഴുപ്പായി അലക്കി രാഹുലിനെയും പ്രതിപക്ഷത്തെയും പ്രതിരോധത്തിലാക്കുവാനാണ് CPMന്റെ താല്പര്യം. അതിനു കുട പിടിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. ഈ ഘട്ടത്തിൽ സമാനമായ അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയ, ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ പേരിൽ കാലിടറി വീഴുകയും പിന്നീട് സൂര്യ തേജസ്സോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരികയും ചെയ്ത 2 UDF നേതാക്കളുടെ കഥയാണ് ഓർമ്മ വരുന്നത്. അതിലൊന്നാമത്തെ പേരുകാരൻ PK കുഞ്ഞാലിക്കുട്ടിയാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ചിരുന്ന ഐസ്ക്രീം പാർലറിന്റെ മറവിൽ പെൺവാണിഭ കേന്ദ്രം നടത്തപ്പെട്ടിരുന്നുവെന്നും അവിടെ കുഞ്ഞാലിക്കുട്ടി നിത്യസന്ദർശനായിരുന്നു എന്നുമുള്ള ആരോപണങ്ങൾ, അവിടെ ചൂഷണത്തിന് വിധേയയായ ഒരു പെൺകുട്ടിയും പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത ബന്ധുവായ റൌഫുമാണ് ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രി പദവി രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. ഇത് 2004-ലായിരുന്നുവെങ്കിൽ പിന്നീട് 2006-ൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വന്തം തട്ടകമായ കുറ്റിപ്പുറത്ത് നിന്ന് നിയമസഭയിലേക്ക് കന്നി മത്സരത്തിനിറങ്ങിയ KT ജലീലിനോട് പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് 5 വർഷങ്ങൾക്കിപ്പുറം PK കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗ് നേതാവ് UDFന്റെ കുഞ്ഞാപ്പയായി കേരള രാഷ്ട്രീയത്തിലേക്ക് സൂര്യ തേജസ്സോടുകൂടി മടങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം നിരവധി വട്ടം പൊതു തെരഞ്ഞെടുപ്പുകളിൽ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും അദ്ദേഹം വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെടുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട്. ഇന്ന് അദ്ദേഹം ലീഗിന്റെ മാത്രമല്ല കേരളത്തിന്റെ കൂടി പ്രിയപ്പെട്ട കുഞ്ഞാപ്പയാണ്. സമാനമായ തിക്താനുഭവം ഉണ്ടാകുകയും മാധ്യമവേട്ടയ്ക്കും രാഷ്ട്രീയ എതിരാളികൾ പൊതുമധ്യത്തിൽ വിചാരണയ്ക്കും വിധേയനാക്കിയ ഒരു നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ 2009 അർദ്ധരാത്രിയിൽ രാജ്മോഹൻ ഉണ്ണിത്താനെയും ഒരു യുവതിയെയും മലപ്പുറം മഞ്ചേരിയിലുള്ള വീട്ടിൽ നിന്ന് DYFI പ്രവർത്തകർ വീട് വളഞ്ഞു പിടികൂടുകയായിരുന്നു. ഇവരെ 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇവർക്കെതിരെ അനാശാസ്യ കുറ്റം അഥവാ ഇമ്മോറൽ ട്രാഫിക് ചുമത്തി കേസെടുക്കുകയും ചെയ്തു. പിന്നീട് ആശുപത്രിയിലെത്തി വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയപ്പോൾ ഇവർ 2 പേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല എന്ന തെളിവുകൾ പുറത്തു വന്നു. പിന്നീട് കേസിൽ നിന്ന് പ്രതികളായ ഇവർ വിടുതൽ നേടുകയും ചെയ്തു. ആ ഘട്ടത്തിലും വിവാദമുയർന്ന സന്ദർഭത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും KPCCയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹിത്വ പദവികളിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഈ സംഭവം ഉണ്ടായ 2009-ന് ശേഷം ഒരു പതിറ്റാണ്ട് കാലം പിന്നിടുമ്പോൾ CPMന്റെ കോട്ടയായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കൊല്ലംകാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ ചരിത്ര വിജയം നേടി MP ആയി തെരഞ്ഞെടുക്കപ്പെടുന്നതും നാം കണ്ടിട്ടുണ്ട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ 1989 മുതൽ 2019 വരെ 3 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷം CPM തുടർച്ചയായി വിജയിച്ചു കയറിയ മണ്ഡലമാണ്. AKG ലോക്സഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷവും 2009-ലും 2014-ലും നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ CPM അനായാസേന വിജയിച്ചു കയറിയ മണ്ഡലമാണ്. അത്തരമൊരു മണ്ഡലത്തിലാണ് 2019-ൽ ചരിത്ര വിജയം നേടിയ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നീട് 2024-ൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് തുടർ വിജയം നേടിയെടുത്തത്. ഇത്തരത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും രാഷ്ട്രീയ മടങ്ങിവരവിന് സമാനമായ, അല്ലെങ്കിൽ അതിനേക്കാളേറെ തിറക്കമുള്ള ഒരു മടങ്ങിവരവിനുള്ള സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനും ഒരുങ്ങി വരുന്നത്. ഓണ ദിവസം ഏവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചപ്പോൾ, ഒരു ഒറ്റ വരി കുറിപ്പ് പങ്കുവച്ചപ്പോൾ
അതിന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ലഭിച്ചിട്ടുള്ളത് 60,000-ലധികം ലൈക്കുകളാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കുവച്ചിട്ടുള്ള ഓണാശംസകൾക്ക് ലഭിച്ചതിൻ്റെ 10 മടങ്ങ് ലൈക്കുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് എന്ന കാര്യം നാം ഇവിടെ പ്രത്യേകമായി പരിഗണിക്കേണ്ടതുണ്ട്. പലപ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റീൽ രാഷ്ട്രീയത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ടെങ്കിലും ഇപ്പോൾ PR പ്രചരണങ്ങളുടെ ഭാഗമായിട്ടല്ല അയാൾക്ക് സൈബർ ഇടങ്ങളിൽ ലഭിക്കുന്ന പിന്തുണ എന്നും നാം മുഖം വെളിപ്പെടുത്തിക്കൊണ്ട്, തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട്, തങ്ങളുടെ ലോക്ക്ഡല്ലാത്ത സമൂഹ മാധ്യമ പ്രൊഫൈലുകളിൽ നിന്ന് അനവധി സ്ത്രീകളാണ് വളരെ സുദീർഘമായ കുറിപ്പുകൾ അയാൾക്ക് അനുകൂലമായ കമന്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടത്തിൽ വിമർശനമുയർത്തിയ മുസ്ലിം യൂത്ത് ലീഗ് വനിതാ നേതാവ് ഫാത്തിമ തേലിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ രാഷ്ട്രീയ നിരീക്ഷകൻ CP റാഷിദുമെല്ലാം ഇന്ന് തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. ഈ ചാനലിലും രാഹുൽ മാങ്കൂട്ടം വിവാദമുയർന്ന ഘട്ടത്തിൽ ആദ്യ 2 വീഡിയോകൾ അയാൾക്കെതിരെ ഗുരുതരമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പങ്കുവെക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും രാഹുൽ വിഷയത്തിലുള്ള ദുരൂഹത വർദ്ധിച്ചു വരുന്നതും അനവധി ഇരകളുണ്ട് എന്ന് പറയുന്നിടത്ത് ഒരാൾ പോലും ശക്തമായ സാമൂഹ്യ പിന്തുണയുണ്ടായിട്ടും ഭരണകൂടത്തിന്റെ പ്രേരണയുണ്ടായിട്ടും നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പു നൽകിയിട്ടും പരാതിയുമായി രംഗത്ത് വരാത്തതിനുള്ള കാരണം സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അയാൾ മാത്രമല്ല ഇക്കാര്യങ്ങളിലൊന്നും കുറ്റക്കാരൻ. പരസ്പര സമ്മതത്തോടുകൂടിയുണ്ടായ ബന്ധങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ചില പാളിച്ചകളും അവിചാരിത ഗർഭങ്ങളുമാണ് ഇത്തരം വിവാദങ്ങൾക്ക് വഴിവെച്ചതെന്നുണ്ടെങ്കിൽ അയാൾ മാത്രം കുറ്റക്കാരനാകുകയില്ല. പക്ഷേ ഈ ഘട്ടത്തിലും പറയാം, അയാൾക്ക് ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട്. പരിവർത്തനം നടത്തി തിരികെ വരുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുവാൻ മാത്രം ഗുരുതരമായ ഒരു തെറ്റല്ല ഇത് എന്നുകൂടി നാം മനസ്സിലാക്കണം. രാജ്യത്തെ ഒരു നിയമത്തിന് മുന്നിലും അയാൾ കുറ്റക്കാരനല്ല. ഇനി തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ജാഗ്രത കുറവും ഒരു മൊറാലിറ്റിയുടെ ചോദ്യവുമാണ് ഉയർന്നു വന്നത്. അതിൻ്റെ പേരിൽ ഒരു പാർട്ടിക്ക് അയാൾക്കെതിരെ എടുക്കാവുന്ന പരമാവധി നടപടികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാളെ വേണമെങ്കിൽ മത്സര രംഗത്ത് നിന്നും മാറ്റി നിർത്തുവാനുള്ള സ്വാതന്ത്ര്യവും പാർട്ടിക്കുണ്ട്. എന്നാൽ അതിനപ്പുറം ഈ ചെറുപ്പക്കാരന് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ഒരു പ്രവർത്തകരോടുള്ള നീതികേട് കൂടിയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. എല്ലാ ഘട്ടത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരത്തെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനൊത്ത് നിലയുറപ്പിക്കുവാനുമുള്ള ഒരു കഴിവാണ്. ഇവിടെ ജനവികാരം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. വലിയ തോതിൽ സമൂഹത്തിൽ നിന്ന് അയാൾക്ക് വേണ്ടി മുറവിളി ഉയർന്നു വരുന്നുണ്ട്. 3 ആഴ്ചയോളമായി രാഹുൽ മാങ്കൂട്ടം തൻ്റെ അടൂരിലെ വീട്ടിൽ നിശബ്ദനായി മുറി അടച്ചിട്ടിരിപ്പാണ്. അദ്ദേഹത്തിന് വേണ്ടി കോൺഗ്രസിന്റെ ഒരു നേതാക്കളും വക്താക്കളും ന്യായീകരണ ക്യാപ്സൂളുകളുമായി രംഗത്തിറങ്ങുന്നില്ല. കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലെ പോരാളികൾ പോലും അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ല. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഗുരുതരമായ മാധ്യമ വിചാരണകളും ആരോപണങ്ങളും അയാൾക്കെതിരെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. സർക്കാരിൽ നിന്ന് അയാളെ ഏതെങ്കിലും വിധത്തിൽ പെടുത്തുവാനായിട്ടുള്ള ശക്തമായ നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമ പിന്തുണയുടെ ആനുകൂല്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇന്നും വലിയൊരു ചർച്ചാ വിഷയമായി കേരള സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിനാൽ തന്നെ ജനവികാരം അയാൾക്കൊപ്പമാണ് എന്ന് മനസ്സിലാക്കുവാൻ വലിയ രാഷ്ട്രീയ ബുദ്ധിയൊന്നും ആർക്കും ആവശ്യമില്ല. ഈ ജനവികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ അയാളെ ശാസനയ്ക്ക് വിധേയനാക്കിക്കൊണ്ട് അയാളുടെ തെറ്റ് തിരുത്തുവാൻ അവസരം നൽകിക്കൊണ്ട് അയാളെ പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വവും കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. നാം ഒരു കാര്യം ഇവിടെ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ഇന്ന് ആ ചെറുപ്പക്കാരന്റെ മുഖത്തെ തീഷ്ണതയും വാക്കുകളിലെ മൂർച്ചയും കണ്ണുകളിലെ തിളക്കവും നഷ്ടമായിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ തനിക്ക് ലഭിച്ച അധികാരത്തിന്റെയും സെലിബ്രിറ്റി പരിവേഷത്തിന്റെയും പ്രലോഭനങ്ങളിൽപ്പെട്ട് ചില തെറ്റുകൾ അയാൾക്കും സംഭവിച്ചു പോയിട്ടുണ്ടാവാം. എന്നാൽ കേരളത്തിന് ഇന്ന് പിണറായി വിജയൻ എന്ന തിന്മയേക്കാൾ ആ തിന്മയ്ക്കെതിരെ സധൈര്യം വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മുട്ടുടിക്കാതെ വിമർശനം നടത്തുവാൻ ആർജവമുള്ള ഒരു യുവ നേതാവിന്റെ ആവശ്യകതയുണ്ട്. അക്കാര്യത്തിനുള്ള ഏറ്റവും നല്ല മറുപടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. പാർലമെന്ററി സ്ഥാനമാനങ്ങളിൽ നിന്നും പാർട്ടിയുടെ സുപ്രധാനമായ പദവികളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ആ ആശയവ്യക്തതയുള്ള രാഷ്ട്രീയവും മൂർച്ചയുള്ള വാക്കുകളും തീക്ഷ്ണമായ ശബ്ദവും ഇടതുപക്ഷത്തിനെതിരെ തിരിക്കുവാൻ ആർജവം കോൺഗ്രസ് പാർട്ടി കാട്ടേണ്ടതുണ്ട്.
കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തെ ഭരിച്ചു മുടിപ്പിക്കുന്ന ഒരു ഭരണകൂടത്തെ ഇല്ലാതാക്കുവാൻ സകല ആയുധങ്ങളും ഉപയോഗിക്കേണ്ട സമയമാണ് എന്ന തിരിച്ചറിവ് പാർട്ടിക്കുണ്ടാവണം. രാഹുലിനെ സംരക്ഷിച്ചു നിർത്താത്തതിന്റെ പേരിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരരുത്. രാഹുലിനെ കല്ലെറിയുവാനും വീഴ്ത്തുവാനും മുന്നിൽ നിന്ന സിനിമാ നടിയും സാഹിത്യകാരിയും വാർത്താമാധ്യമ പ്രവർത്തകയും ഉൾപ്പെടെയുള്ളവർ ഒരു പരാതി രേഖാമൂലം നൽകുവാൻ ആർജവമില്ലാതെ മുറിയടച്ചിട്ട് വിഷയം മറന്ന് പുതുവിഷയങ്ങളിലേക്ക് തങ്ങളുടെ ജീവിതത്തെ പറിച്ചു നടുമ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമായി എന്തിന് വിചാരണ ചെയ്യപ്പെടണം, വിധിക്കപ്പെടണം എന്ന ചോദ്യം ഉയരുന്നത് കോൺഗ്രസ് അണികളിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നുകൂടിയാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഈ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.